കേരളീയരെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്നത് വെറുമൊരു ആഭരണമല്ല, മറിച്ച് വിശ്വസിക്കാവുന്ന ഒരു വലിയ നിക്ഷേപം കൂടിയാണ്. സ്വർണം സുരക്ഷിതമാണോ എന്നതിനെക്കുറിച്ചും അതിന്റെ ഭാവി വിലയെക്കുറിച്ചുമുള്ള ചില പ്രധാന കാര്യങ്ങൾ താഴെ നൽകുന്നു. സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമാണോ? അതെ, ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ സ്വർണം ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപങ്ങളിലൊന്നാണ്. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പണപ്പെരുപ്പത്തെ ചെറുക്കുന്നു. രൂപയുടെ മൂല്യം ഇടിയുമ്പോഴും സാധനങ്ങളുടെ വില കൂടുമ്പോഴും സ്വർണത്തിന്റെ മൂല്യം വർദ്ധിക്കുകയാണ് പതിവ്. അതിനാൽ നിങ്ങളുടെ സമ്പാദ്യം ചോർന്നു പോകാതെ സംരക്ഷിക്കാൻ സ്വർണം സഹായിക്കുന്നു. 2, ലിക്വിഡിറ്റി, എളുപ്പത്തിൽ പണമാക്കാം. സാമ്പത്തിക അത്യാവശ്യങ്ങൾ വരുമ്പോൾ ലോകത്ത് എവിടെയും ഏത് സമയത്തും എളുപ്പത്തിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന ഒന്നാണ് സ്വർണം. 3 യുദ്ധങ്ങൾ, ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവ ഉണ്ടാകുമ്പോൾ ഓഹരി വിപണി തകരാറിലാകുമെങ്കിലും സ്വർണവില ഉയരാറുണ്ട്. നിക്ഷേപകർ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വർണത്തെയാണ് അഭയം പ്രാപിക്കുന്നത്. വില ഇനിയും കൂടുമോ? വിപണിയിലെ പ്രവണതകൾ പരിശോധിക്കുമ്പോൾ സ്വർണവില ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. അതിനുള്ള കാരണങ്ങൾ ഇവയാണ്. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നു. പലിശ നിരക്കുകൾ. അമേരിക്കയിലെ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കുമ്പോൾ ആഗോളതലത്തിൽ സ്വർണവില കൂടാറുണ്ട്. കേന്ദ്ര ബാങ്കുകളുടെ കരുതൽ ശേഖരം. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലെയും കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങി ശേഖരിക്കുന്നത് വില കൂടാൻ കാരണമാകുന്നു. വിവാഹ സീസണുകളിലും ഉത്സവകാലങ്ങളിലും സ്വർണത്തിന് ഇന്ത്യയിൽ വലിയ ഡിമാൻഡുള്ളതിനാൽ പ്രാദേശിക വിപണിയിലും വില കൂടാറുണ്ട്. സ്വർണവിലയിൽ ചെറിയ തോതിലുള്ള ഉയർച്ച താഴ്ചകൾ ദിവസേന ഉണ്ടാകാം. അതിനാൽ കുറഞ്ഞ കാലയളവിലേക്ക് ലാഭം പ്രതീക്ഷിച്ച് നിക്ഷേപിക്കുന്നതിനേക്കാൾ ദീർഘകാല നിക്ഷേപമായി സ്വർണത്തെ കാണുന്നതാണ് ലാഭകരം. നിങ്ങൾ ആഭരണമായാണ് സ്വർണം വാങ്ങുന്നതെങ്കിൽ പണിക്കൂലി, GST എന്നിവ കാരണം വലിയൊരു തുക അധികമായി നൽകേണ്ടി വരും. ലാഭം മാത്രം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപമാണെങ്കിൽ താഴെ പറയുന്നവ പരിഗണിക്കാം. ഗോൾഡ് കോയിൻ ബാറുകൾ പണിക്കൂലി കുറവായിരിക്കും. സോവറിൻ ഗോൾഡ് ബോണ്ടുകൾ സർക്കാർ നൽകുന്ന ബോണ്ടുകളായതിനാൽ സുരക്ഷിതമാണ്. ഇതിന് വർഷം തോറും 2.5% പലിശ ലഭിക്കും. കൂടാതെ കാലാവധി കഴിയുമ്പോൾ അന്നത്തെ വിപണി വിലയും ലഭിക്കും. പണിക്കൂലിയോ സൂക്ഷിക്കാനുള്ള പേടിയോ വേണ്ട എന്നതാണ് ഇതിന്റെ ഗുണം. ഡിജിറ്റൽ ഗോൾഡ് ബോണ്ട് ETF ചെറിയ തുകയ്ക്ക് പോലും സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ഇത് സഹായിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിൽക്കുന്ന യുദ്ധങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയുമാണ് സ്വർണവില ഉയരാൻ പ്രധാന കാരണം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ അമേരിക്കയുടെ കസ്റ്റഡിയിലായതും വെനസ്വേലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും നിക്ഷേപകരെ ഭയപ്പെടുത്തുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ നിക്ഷേപകർ സുരക്ഷിത താവളമായി സ്വർണത്തെ കാണുന്നു. ഇന്ത്യൻ റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ലോകത്തെ പ്രമുഖ കേന്ദ്ര ബാങ്കുകൾ അവരുടെ കരുതൽ ശേഖരത്തിന്റെ ഭാഗമായി വൻതോതിൽ സ്വർണം വാങ്ങി കൂട്ടുന്നുണ്ട്. ചൈന വെള്ളി കയറ്റുമതിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിപ്പിച്ചു. അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ സ്വർണത്തിന് കരുത്തേകുന്നു. പലിശ നിരക്ക് കുറയുമ്പോൾ ഡോളറിന്റെ മൂല്യം ഇടിയുകയും പകരമായി നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവില ഡോളറിലാണ് കണക്കാക്കുന്നത്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയുമ്പോൾ ക്രൂഡ് ഓയിൽ വില കൂടുന്നതടക്കമുള്ള കാരണങ്ങളാൽ ഇന്ത്യയിൽ സ്വർണം ഇറക്കുമതി ചെയ്യാൻ കൂടുതൽ പണം നൽകേണ്ടി വരുന്നു. ഇത് സ്വാഭാവികമായും കേരളത്തിലെ സ്വർണവില ഉയർത്തുന്നു. 2026 അവസാനത്തോടെ സ്വർണവില അന്താരാഷ്ട്ര വിപണിയിൽ $5000 വരെ എത്താൻ സാധ്യതയുണ്ടെന്നാണ് JVPP, മോർഗൻ, ബാങ്ക് ഓഫ് അമേരിക്ക തുടങ്ങിയ പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവചിക്കുന്നത്.